38 ബാച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെയും 31ാമത് ബാച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാനെത്തിയ എല്ലാവരെയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമിയുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യജീവൻ്റെ സഹായത്തിനുള്ള ആർത്തനാദമെന്ന് രക്ഷാപ്രവർത്തകർ കരുതുന്ന ഫയർ ബെല്ല് കേട്ട് സംഭവസ്ഥലത്തേക്ക് കുതിക്കുന്ന ഓരോ അഗ്നിരക്ഷാ സേനാംഗത്തിൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ്റെ ജീവൻ്റെ തുടിപ്പ് തങ്ങളെത്തും വരെയെങ്കിലും നിലനിൽക്കണമേ എന്ന്. ആ ജീവനെ തിരികെ കൈപിടിച്ചുയർത്താനുള്ള ദൈവത്തിൻ്റെ ആ അദൃശ്യ കരസ്പർശം തങ്ങളുടെ വിരത്തുമ്പിൽ തുടിക്കണമേ. ഒറ്റക്കാഴ്ച പോലും മനം പുരട്ടലുണ്ടാക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ സമസ്ത മാലിന്യങ്ങളും വന്നു നിറയുന്ന ആമയിഴഞ്ചാൻ തോട്ടിലകപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി ലോകത്തെ ഒരു സ്കൂബ ഡൈവിംഗ് സംഘവും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വിധം സ്വജീവൻ ത്രിവൽഗണിച്ചുകൊണ്ട് അതിസാഹസികവും അപകടകരവുമായ രക്ഷാപ്രവർത്തനം തുടങ്ങിയ കേരള അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ മുഖം ഒരുപക്ഷെ മലയാളികൾ മറന്നു കാണാനിടയില്ല. ഒരൊറ്റ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ കേരള ജനത ഒന്നടങ്കം ആ ജീവന് വേണ്ടി കാത്തിരുന്നു. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ നേർക്കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങൾ ഇടതടവില്ലാതെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും വേതനം കൈപ്പറ്റി ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യരിൽ നിന്നും ജനമനസ്സിൽ സർക്കാർ സേവനത്തിൻ്റെ മറ്റൊരു തരത്തിലേക്ക് കേരള അഗ്നിരക്ഷാ സേനയെ ഉയർത്താൻ ഈ രക്ഷാശ്രമങ്ങൾ കൊണ്ട് സാധ്യമായി. രക്ഷാപ്രവർത്തനം എന്നത് കേവലം ഒരു തൊഴിൽ അല്ലെന്നും പകരം വയ്ക്കാനെടുത്ത ഒരു ആത്മസമർപ്പണമാണെന്നും മുഴുവൻ മലയാളികളെ ബോധ്യപ്പെടുത്താൻ ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാദൗത്യങ്ങൾക്ക് സാധിച്ചു. തിരുവനന്തപുരത്തിൻ്റെ സമാധാന സാഹചര്യത്തിൽ കോഴിക്കോട് മാലിന്യ നിക്ഷേപത്തിന് പേരുകെട്ട കനോലി കനാലിൽ അകപ്പെട്ടയാളുടെ ദേഹം അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘം കണ്ടെടുത്തു. മനസാക്ഷി മരവിച്ച വയനാട് ദുരന്തത്തിൽ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സായി എത്തി ഇപ്പോഴും തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തന വാർത്തകൾ മാധ്യമങ്ങളിൽ ലൈവായി തന്നെ നിലനിൽക്കുന്നുണ്ട്. സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികൾക്ക് മുഴുവൻ അഭിമാനമായ ആ ദൗത്യങ്ങളുടെ ചില നേർക്കാഴ്ചകളും ആ രക്ഷാദൗത്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ വിലയിരുത്തലുകളും നമുക്ക് അല്പസമയം വീക്ഷിക്കാം. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു പരിചയവും ഇല്ലാത്ത ഞങ്ങളെ സ്വന്തം ജീവൻ പണയം വെച്ച് അവൻ രക്ഷിച്ചത് എന്തിനായിരുന്നു? അഗ്നിശമന സേന രക്ഷിച്ചത് എങ്ങനെയാണ്? സഹായങ്ങൾ എത്തിക്കുകയാണ് കേരള ഫയർഫോഴ്സ്. ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനായി അത്യാധുനിക സൗകര്യങ്ങളുമായി അഗ്നിശമന സേന. ദുരിതമുഖത്ത് സജീവമാണ് കേരള ഫയർഫോഴ്സ്. നിർണായകമായ പങ്കാണ് കേരള ഫയർഫോഴ്സിന്റെ. രക്ഷാപാഠങ്ങൾ പകർന്നു നൽകി ഫയർഫോഴ്സിന്റെ മോഡലുകളിൽ എത്തിക്കാൻ ഫയർഫോഴ്സ് സ്കൂബ ടീം എത്തി. ഫയർഫോഴ്സ് എത്തിയാണ് പെൺകുട്ടി കരയ്ക്ക് എത്തിച്ചത്. ഫയർഫോഴ്സ് കയറി താഴെ ഇറക്കുകയായി. അഗ്നിരക്ഷാ സേന സാഹസികമായി രക്ഷപ്പെടുത്തി. മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ആദ്യമെത്തിയ ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് ഫയർ സ്റ്റേഷനിലെ അനിൽ. രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാട്ടുകാർ ഓടി രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടവരെ അനിലും സംഘവും തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചു. ചുരൽമറയിലെ ദുരന്തഭൂമിയിൽ അഗ്നിരക്ഷാ സേനയുടെ കയൽ തൂങ്ങി രക്ഷാപ്രവർത്തനം. ഇവിടെ നിന്ന് ഞാൻ ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറാണ്, മിംസിലെ ഡോക്ടറാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ഓക്കെയാണ്, തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ എല്ലാ ഹെൽപ്പും ചെയ്ത് അവിടെ എത്തിച്ചത് റോപ്പിൽ. ഫയർഫോഴ്സിന്റെ കയറിൽ തൂങ്ങിയാണ് മറുകര എത്തിയത്. ടവലൊക്കെ വെച്ച് കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടി കവർ ചെയ്തിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ നിഖിലാണത്. കേരളത്തിൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ട് നിങ്ങൾ റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് അവകാശപ്പെട്ടതാണ്. വീഡിയോയിലുള്ള പോലെയല്ല, അതിന് ദുഷ്കരമായിരുന്നു ആ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നപ്പോൾ അവസ്ഥ. ഒഴുക്ക് വരുന്നുണ്ട്, ചെറിയൊരു മഴ പെയ്താൽ മതി, ഞങ്ങളെല്ലാവരും ജീവൻ അപകടത്തിലായിരുന്നു. പല ആളുകളും പറഞ്ഞു അവിടേക്ക് ആളുകൾക്ക് പോകാൻ പറ്റില്ല, എയർലിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, മനുഷ്യന്മാർക്ക് പോയി അവിടെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മളെ രക്ഷിട്ട് പോയാൽ നമ്മൾ ഈ ജോലി തുടരുന്ന കാര്യമില്ല, പിന്നെ രക്ഷിച്ചേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊരു വടി കയറിൻ്റെ ചെസ്റ്റിൻ്റെ അതിൽ കെട്ടിയിട്ട് ഇവരെടുത്ത് സാറെടുത്തും ഏൽപ്പിച്ചിട്ട് ഞാനങ്ങോട്ട് നീന്തുമായിരുന്നു ചെയ്തത്. വെള്ളത്തിനാണെങ്കിലേ നമുക്ക് നീന്താൻ കഴിയുള്ളൂ. ഇത് ചെളിയായതുകൊണ്ട് വടിയൊക്കെ ഇട്ട് അങ്ങനെ മുങ്ങിയും പൊങ്ങിയൊക്കെയാണ് ഞാൻ അവൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അദ്ദേഹം മൊത്തം മുറിഞ്ഞു കിടക്കുകയാണ്, ഒരു ഡ്രസ്സ് പോലും ഇല്ല. കരയിൽ നിന്ന് നമ്മുടെ ഫയർഫോഴ്സിൽ തന്നെ വിശാൽ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ ഓവർകോട്ട് വലിച്ചെറിഞ്ഞു തന്നു. ഞാനത് അവിടുന്ന് ധരിപ്പിച്ചു. ആരോ ഒരാൾ അണ്ടർവെയർ ഒരുത്തുന്നു, ബർമൂഡ് ഒരുത്തുന്നു. ആ ബർമൂടെ ഞാൻ അവിടുന്ന് ധരിപ്പിച്ചവൻ. ഞാനടക്കം മുങ്ങിപ്പോവുകയാണ്. ഒരു കാരണവശാലും എടുത്ത് അവിടുന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ദേഹത്തേക്ക് ഇവനെ കടത്തിയതിന് ശേഷം അവരോട് പറഞ്ഞു പയ്യെ വലിച്ചോളം പറഞ്ഞു. അങ്ങനെ പയ്യെ ഞാൻ പുറകോട്ട് വന്നു. ഇവൻ്റെ ദേഹത്തോളം
ജീവൻ രക്ഷിക്കാൻ ജീവൻ മറന്നുള്ള യാത്ര. പുഴയുടെ കുത്തൊഴുകിൽ മുങ്ങിയ പട്ടാമ്പി പാലത്തിലൂടെ രക്ഷാപ്രവർത്തനത്തിന് സാഹസികമായി പായുന്ന ഫയർഫോഴ്സ് വാഹനമാണ് ഇപ്പോൾ തരംഗമാവുന്നത്. കനത്ത മഴയിൽ രൗദ്രഭാവത്തിൽ കുത്തിയൊഴുകുന്ന ഭാരതപ്പുഴയിൽ മുങ്ങുന്ന പട്ടാമ്പി പാലത്തിലൂടെ രക്ഷാപ്രവർത്തനത്തിന് പായുന്ന ഫയർഫോഴ്സിന്റെ കാഴ്ച ചങ്കിടിപ്പിക്കുന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ സേവനമാണ് പ്രത്യേകം എടുത്തു പറയത്തക്കത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും സ്ക്യൂബ ടീമും ഉൾപ്പെടെ ഓഫീസർമാരടക്കം 300 ജീവനക്കാരും 222 സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫയർഫോഴ്സ് നിർമ്മിച്ച സിപ്പ് ലൈൻ പാലത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. The Kerala Fire and Rescue Service. Now these guys from 125 stations of Kerala Fire Force, around 700 Fire Force personnel from Kerala are taking part. In fact, when this incident first happened, I don't know if many of our viewers, the first bridge was made using the Fire Force ladder. So these were the guys who were there initially at the spot, and they are continuing the work. 700 such Fire Force. So how was the experience? What was the difficulty that you faced here? So we people, Fire and Rescue Service personnel, reached on the spot when the incident happened, and from then we are continuously working here. Now from 125 stations, our personnel and the trainees from all around 700 Fire and Rescue Service. So today, what is going to be the biggest challenge for you? The biggest challenge is we have recovered the body which is seen overall from here and there. Now we are going to dig out all the suspected places. How many missionaries are coming today? Estimate, like more missionaries are coming today. The machinery that we are using now especially is Hitachi and the excavators. So that's what around 60 excavators are coming from one district itself. Hundreds and thousands of excavators are going to come land here. It is like വയനാട് ദുരന്തത്തിലുണ്ടായൊരു പ്രത്യേകത, എല്ലാവരും അവിടെ എത്തപ്പെട്ട മുഴുവൻ സേനാ വിഭാഗങ്ങളും ഒന്നിനൊന്ന് മികവും അർപ്പണബോധവും കാണിച്ചുകൊണ്ടാണ് അവിടെ ഇടപെട്ടിരുന്നത് എന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ നമ്മുടെ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനത്തിൻ്റെ മികവിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. പൂരവും തുള്ളലും കഥകളിമേളവും പൂപ്പന്തലും തെയ്യവും പുള്ളൂർ കുടങ്ങളും കൊയ്ത്തും നിലാവും ഉണരുന്ന മലയാള മണ്ണിൽ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ ഉണരുന്ന തൃശ്ശിവപേരൂർ. പൂരത്തിൻ്റെ കേളികൊട്ടും പുലിക്കളിയുടെ താളങ്ങളും ഈ നാടിൻ്റെ ഗതകാല സ്മരണകൾക്ക് സിന്ദൂരമണിയിക്കുന്നു. തൃശ്ശിവപേരൂരിൻ്റെ ഓരം ചേർന്ന് നിളയിലെ കടത്തുതോണിക്കാരൻ്റെ പാട്ടിൻ്റെ കാതോർത്ത് കലാമണ്ഡലത്തിൻ്റെ കളിവിളക്കിൻ്റെ വെളിച്ചത്തിൽ കലയുടെ ആചാര്യന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിൽ മഹാരഥന്മാർ നടന്നുപോയ കളരികൾക്കരികിൽ വിയ്യൂർ എന്ന ഈ കൊച്ചു ഗ്രാമം. ഇടതൂർന്നു നിൽക്കുന്ന ഹരിതവൃക്ഷങ്ങൾ, ചുറ്റും മാമരങ്ങൾ നിഴൽവിരിക്കുന്ന മയിലുകൾ നൃത്തമാടുന്ന മണ്ണിൽ അരുണൻ സ്വർണ്ണവർണ്ണമാർന്ന കിരണങ്ങൾ വാരി വിതറി പ്രഭാതരത്തിൽ സവാരി തുടങ്ങും മുമ്പേ പരേഡിൻ്റെ ചടുലതാളങ്ങൾ കേട്ടുണരുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമി. കത്തിയേരിയുന്ന വേനൽക്കാലത്തും നേർത്ത മഞ്ഞുതുള്ളികൾ പരവതാനി വിരിക്കുന്ന മകരമാസത്തിലും പുഴകളും നദികളും നിറകവിഞ്ഞൊഴുകുന്ന കാലവർഷത്തിലും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന ഇടിമിന്നൽ പിണറുകൾ മണ്ണിൻ്റെ മാറിൽ പെയ്തിറങ്ങുന്ന തുലാവർഷ പേമാരിയിലും പിഴയ്ക്കാത്ത ചുവടുകളും ഇടറാത്ത ഹൃദയങ്ങളും നെയ്തെടുക്കുന്ന മഹത്തായ ഗുരുകുലം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാഡമി. ഇവിടെ ഈ മംഗളമുഹൂർത്തത്തിൽ ഒരു മഹത്തായ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. മാനവ സേവന തപസ്യയുടെ പ്രതിജ്ഞാമന്ത്രങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന ധന്യനിമിഷം സമാഗതമാവുകയാണ്. കഠിന പരിശീലനത്തോടെ സ്വായത്തമാക്കിയ
അഗ്നിശമന രക്ഷാപ്രവർത്തന പാഠങ്ങൾ നൽകുന്ന ആത്മധൈര്യവുമായി നിതാന്ത ജാഗ്രതയോടെ ചിമ്മാത്ത കണ്ണുകളുമായി കേരളീയ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി കേരളത്തിന് നെടുകയും കുറുകയും ഇവർ വരുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ 37-ാം ബാച്ചിലെ 277 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും 38-ാം ബാച്ചിലെ 18 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസർമാരും 31-ാം ബാച്ചിലെ 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാർ എന്നിവരടങ്ങുന്ന 315 പേരാണ് ഇന്ന് ഈ ഗുരുകുലത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി നിങ്ങൾക്കരികിലേക്ക് വരുന്നു. ദിവസത്തിൻ്റെ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന സേനാ വിഭാഗത്തിൻ്റെ ഭാഗമാകുന്ന ഈ യുവഹൃദയങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ 5000-ഓളം വരുന്ന സേനാംഗങ്ങൾക്ക് പുറമെ 3000 ഹോം ഗാർഡുകളും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പരിശീലനം നൽകിയ 4500 ആപ്ത മിത്ര വോളണ്ടിയർമാരും 7000 പരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുമുണ്ട്. ഇന്ന് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന 315 ട്രെയിനികളിൽ MTech യോഗ്യതയുള്ള 4 പേരും MBA യോഗ്യതയുള്ള 2 പേരും B.Ed യോഗ്യതയുള്ള 3 പേരും 24 മറ്റ് ബിരുദാനന്തര ബിരുദധാരികളും 51 B.Tech ബിരുദധാരികളും 158 ബിരുദധാരികളും 35 ഡിപ്ലോമക്കാരും ITI യോഗ്യതയുള്ള 8 പേരും +2 യോഗ്യതയുള്ള 17 പേരും ഉൾപ്പെടുന്നു. കൂടാതെ അതർ ആക്ടിവിറ്റീസായ 1 ഹാൻഡ് 1 ലെഗ് പുഷപ്പ് 18 തവണ ചെയ്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2021 ഇടം നേടിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി 643 ശ്രീ അർജുൻ അരവിന്ദ് ഇക്കയും ഇന്നത്തെ പരേഡ് കമാൻഡറായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി 519 ശ്രീ അഖിലേഷ് TS. ഇദ്ദേഹം നാഷണൽ വോളിബോൾ പ്ലെയറും ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി സോഫ്റ്റ് ബോൾ പ്ലെയറും അമേരിക്കൻ സ്വിമ്മിംഗ് കോച്ചസ് അസോസിയേഷൻ ലെവൽ 2 കോഴ്സ് പൂർത്തീകരിച്ച വ്യക്തിയുമാണ്. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമറ്റത്തും ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശത്തും ഉണ്ടായ ഉരുൾപൊട്ടൽ ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ വലിയ ഒന്നായിരുന്നു. ആൾനാശത്തിൻ്റെ കണക്കെടുത്താൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി വയനാട് ഉരുൾപൊട്ടൽ മാറിക്കഴിഞ്ഞു. 2019 വയനാട്ടിൽ തന്നെയുള്ള പുത്തുമലയിലും മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും 2020 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിലും ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൻ്റെ 10 മടങ്ങ് ആഘാതമാണ് 2024 ജൂലൈ അവസാനത്തിൽ മേപ്പാടി പഞ്ചായത്തിൽ പെയ്ത പേമാരി കേരളയുടെ ജനത്തിൻ്റെ മനസ്സിലേൽപ്പിച്ചത്. 380ഓളം പേർ മരണപ്പെട്ടു, 78ഓളം പേരെ കാണാതായി, 400ഓളം പേർക്ക് പരിക്കേറ്റു, 1555 വീടുകൾ നാമാവശേഷമായി. 1500 ഏക്കറോളം കൃഷിഭൂമിയാണ് നഷ്ടപ്പെട്ടത്. 17 കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത വിധമാണ് പ്രകൃതി സംഹാര താണ്ഡവമാടിയത്. സമാനതകളില്ലാത്ത ദുരന്തത്തിനിടയിൽ സമാനതകളില്ലാത്ത അതിജീവന ചരിത്രവും വയനാട് ദുരന്തത്തിലെ ബാക്കി പത്രമായുണ്ട്. ആദ്യ ഉരുൾപൊട്ടലിൻ്റെ വാർത്തകൾ പുറം ലോകം അറിയുന്ന സമയത്ത് തന്നെ സംഭവ സ്ഥലത്ത് കുതിച്ചെത്തിയ കേരള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന നിലയിൽ സ്വജീവൻ മറന്നുകൊള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിയത്. രക്ഷാസേന സംഭവ സ്ഥലത്തെത്തിയ ശേഷമുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ നിന്നും നമ്മുടെ സേനാംഗങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പിന്നീട് നടന്ന ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ കേരള അഗ്നിരക്ഷാസേനയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടവയാണ്. ചളിയിൽ പുതഞ്ഞു പോയ രക്ഷയ്ക്കായി അപേക്ഷിച്ചയാളെ രക്ഷപ്പെടുത്തിയതും പാലം തകർന്ന് മറുകരയിൽ കുടുങ്ങിയ 100 കണക്കിന് ആളുകളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ എക്സ്റ്റൻഷൻ ലാഡർ ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ മറുകര എത്തിക്കുന്നതും ലോകം മുഴുവൻ തത്സമയം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു. കൊച്ചുകുഞ്ഞിനെ മാറത്തടക്കി പിടിച്ച് ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ നടത്തിയ കേരള അഗ്നിരക്ഷാസേനയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘം കേരള ജനതയുടെ മുഴുവൻ പ്രശംസയ്ക്ക് പാത്രമായി. 100 കണക്കിന് ആളുകളെ സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ കേരള അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചെയ്യുന്ന ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. വയനാടിൻ്റെ കണ്ണുനീർ ഒഴുകിയെത്തിയത് സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് മലപ്പുറം ജില്ലയിലെ കടന്നു പോകുന്ന ചാലിയാറിലേക്കായിരുന്നു. വയനാട്ടിലെ ദുരന്തം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ചാലിയാറിൽ മൃതദേഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. കൈകാലുകൾ വേർപെട്ടും ഛിന്നഭിന്നമായി ഒഴുകിയെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തി വയനാട്ടിലേക്ക് എത്തിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ
ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ പലരും ഇന്ന് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന ട്രെയിനികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഏറെ അഭിമാനകരമാണ്. ഈ ഗുരുകുലത്തിൻ്റെ ഗോപുരം കടന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കുടുംബത്തിൻ്റെ ക്ഷണം ഹൃദയപൂർവ്വം സ്വീകരിച്ച് പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന യുവരക്തങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്മകൾ നേരാനെത്തിയ ബഹുമാന്യ ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തികളെയും സേനാംഗങ്ങളുടെ ബന്ധുമിത്രാദികളെയും വാർത്തകളുടെ സത്യത്തിലേക്ക് തൂലിക ചലിപ്പിക്കുന്ന നേരറിവുകളിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുന്ന ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അഭ്യുദയകാംക്ഷികളെയും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാക്ഷിയായ ദിനകരൻ്റെ പൊൻകതിർക്കുള്ളാൽ ധന്യമായ ഈ സുദിനം, ഈ ദിനത്തിന് ചാരുത പകർന്നുകൊണ്ട് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സും മൺപുറ്റുകളിൽ തപസരിക്കുന്ന സഹനത്തിൻ്റെ കോട്ടയും തീർത്ത് 1000 വർണ്ണച്ചിറകെടുത്തി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഉണർവും ഊർജ്ജവും ആവേശവുമായി തീവ്ര പരിശീലനത്തിൽ നേടിയ കരുത്തും കഴിവും പ്രകടിപ്പിക്കുവാൻ ഏത് ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിച്ച് തൻ്റെ ജീവൻ പോലും തൃണവൽഗണിച്ച് തൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം വൈമനസ്യമില്ലാതെ ഏറ്റെടുത്ത് സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും മുന്നണി പോരാളികളായി 315 ട്രെയിനുകൾ ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡിനായി നിങ്ങളുടെ മുന്നിൽ അണിനിരക്കുകയായി. ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ പദചലനങ്ങൾക്കായി MSPയിലെ സംഗീതജ്ഞന്മാർ മീട്ടുന്ന ഫോളിൻ കോൾ മുഴങ്ങുമ്പോൾ പരിശീലനത്തിൻ്റെ പരേഡ് സെക്കൻഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ ആറ്റിങ്ങൽ ദേശത്ത് KK ഭവൻ വീട്ടിൽ ശ്രീ B ഗോപാലകൃഷ്ണൻ നായരുടെയും ശ്രീമതി RI ബിന്ദുവിൻ്റെയും മകനുമായ ശ്രീ G കിരൺ പരിശീലനം പൂർത്തിയാക്കിയ 315 ട്രെയിനുകളെയും ഈ മൈതാന മധ്യത്തിലേക്ക് ആനയിക്കുന്നു.
കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ നഗരത്തിൽ ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ 2007 ജൂലൈ 4 ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി അവറുകളാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അന്ന് തൊട്ട് കാലത്തോടൊപ്പം നടന്ന് ആധുനിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഭടന്മാരെ വാർത്തെടുക്കുന്ന പഠന കേന്ദ്രമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി കർമ്മശേഷിയാർന്ന ദ്രോണാചാര്യന്മാർ നയിക്കപ്പെട്ട് ഇന്ന് വളർച്ചയുടെ ഉന്നത പടവുകളിൽ എത്തി നിൽക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ എല്ലാവിധ നേട്ടങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ശ്രീ കെ പത്മകുമാർ IPS DGP അവറുകൾ, ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ M നൌഷാദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ശ്രീ അരുൺ അൽഫോൺസ് അവറുകൾ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ MG രാജേഷ് അവറുകളുടെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർമാരായ സർവശ്രീ റെനി ലൂക്കോസ്, ജോഗി AS, ദിലീപ് SL എന്നിവരുടെ മേൽനോട്ടത്തിൽ അക്കാദമിയിലെയും വിവിധ നിലയങ്ങളിലെയും ഓഫീസർമാരും ഇൻസ്ട്രക്ടർമാരും ഇതര ജീവനക്കാർ ഉൾപ്പെടെയുള്ള വകുപ്പിലെ മറ്റ് വിദഗ്ധന്മാരുടെയും നിസ്വാർത്ഥ സേവനവും ജനങ്ങൾക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഉതകുന്ന തരത്തിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ച് സ്വഭാവ രൂപീകരണത്തിലും ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനായി ശ്വസന സഹായം ഉപയോഗിച്ച് പുക നിറഞ്ഞ അറകളിലും വെള്ളത്തിനടിയിലും സീവേജ് ലൈനുകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, റബ്ബർ ഡിങ്കി, ഔട്ട്ബോർഡ് എഞ്ചിൻ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം, ഉയരങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, ലിഫ്റ്റിലുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തന പരിശീലനം, വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ, ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ, കമ്പ്യൂട്ടർ, വയർലെസ്, നീന്തൽ പരിശീലനം, സ്കൂബ ഡൈവിംഗ് എന്നിവയിലുള്ള പരിശീലനം തുടങ്ങിയവ ഈ ട്രെയിനികൾക്ക് നേടിക്കൊടുക്കുന്നതിന് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപകരിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഓപ്പൺ ജീപ്പ്, ബാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകി സഹായിക്കുന്ന പോലീസ് വകുപ്പിനെയും ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ MSPയിലെ ശ്രീ അരുൺ പ്രസാദ്, KP 2nd ബറ്റാലിയനിലെ ശ്രീ പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബ്രാസ് പൈപ്പ് ബാൻഡ് സംഘത്തെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സമയം പാസിംഗ് ഔട്ട് പരേഡിൻ്റെ സെക്കൻഡ് കമാൻഡർ പരേഡിൻ്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ അജിലേഷ് TS കൈമാറുന്നു. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ താലൂക്കിൽ പാലിയത്തുരുത്ത് ദേശത്ത് തറക്കണ്ടത്തിൽ വീട്ടിൽ ശ്രീ TU സജീവിൻ്റെയും ശ്രീമതി അജിത CKയുടെയും മകനാണ് ഇന്നത്തെ പരേഡ് കമാൻഡറായ ശ്രീ അജിലേഷ് TS. Ready to come in, sir. Let's proceed. ഇപ്പോൾ പരേഡിൻ്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ അജിലേഷ് TS ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരക്കുന്നത് 12 പ്ലറ്റൂണുകളാണ്. ഒന്നാമത്തെ പ്ലറ്റൂണിനെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പരിപ്രദേശത്ത് പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ ശ്രീ ദേവദാസിൻ്റെയും ശ്രീമതി ഇന്ദുവിൻ്റെയും മകനായ ശ്രീ വിഷ്ണു P നയിക്കുന്നു. രണ്ടാമത്തെ പ്ലറ്റൂണിനെ കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തലയാഴം ദേശത്ത് പുലയന്തുരുത്ത് വീട്ടിൽ ശ്രീ ബാബുരാജിൻ്റെയും ശ്രീമതി സുനന്ദയുടെയും മകനായ ശ്രീ നിഖിൽ രാജ് നയിക്കുന്നു. മൂന്നാമത്തെ പ്ലറ്റൂണിനെ മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ വൈത്തിരിപ്പറമ്പ് ദേശത്ത് പറക്കാട്ട് വീട്ടിൽ ശ്രീ ചന്ദ്രൻ പറക്കാട്ടിൻ്റെയും ശ്രീമതി രമണിയുടെയും മകനായ ശ്രീ അദീപ് P നയിക്കുന്നു. നാലാമത്തെ പ്ലറ്റൂണിനെ മലപ്പുറം ജില്ലയിൽ ഏറനാട് താലൂക്കിൽ മൂച്ചിക്കൽ ദേശത്ത് ഇമ്മിണിക്കര വീട്ടിൽ ശ്രീ KP ഷഫീഖിൻ്റെയും ശ്രീമതി സുഫൈറയുടെയും മകനായ ശ്രീ സൽമാൻ ഫാരിസ് KP നയിക്കുന്നു. അഞ്ചാമത്തെ പ്ലറ്റൂണിനെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ തലക്കുളത്തൂർ ദേശത്ത് സുപ്രഭ വീട്ടിൽ ശ്രീ K ബാബുരാജിൻ്റെയും ശ്രീമതി ശോഭയുടെയും മകനായ ശ്രീ അഖിൽ BS നയിക്കുന്നു. ആറാമത്തെ പ്ലറ്റൂണിനെ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ പൊറ്റയിൽ ദേശത്ത് തിരുവാതിര ആല് നിന്നുള്ള വീട്ടിൽ ശ്രീ വേണുകുമാറിൻ്റെയും
ശ്രീമതി സതികുമാരിയുടെ മകനായ ശ്രീ ശരത് കുമാർ VS നയിക്കുന്നു. 7ാമത്തെ പ്ലട്ടൂണിനെ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ മടപ്പള്ളി ദേശത്ത് ഊരാളുങ്കൽ വീട്ടിൽ ശ്രീ സുരേഷ് ബാബുവിൻ്റെയും ശ്രീമതി ശൈലജയുടെയും മകനായ ശ്രീ ജിതിൻ ബാബു S നയിക്കുന്നു. 8ാമത്തെ പ്ലട്ടൂണിനെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പുത്തൂർ ദേശത്ത് വിഷ്ണുപുരം വീട്ടിൽ ശ്രീ മണിയൻപിള്ളയുടെയും ശ്രീമതി പ്രസന്നകുമാരിയുടെയും മകനായ ശ്രീ വിഷ്ണു M നയിക്കുന്നു. 9ാമത്തെ പ്ലട്ടൂണിനെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ നരിക്കുനി ദേശത്ത് ഒങ്ങോറക്കുഴിയിൽ വീട്ടിൽ ശ്രീ ബഷീറിൻ്റെയും ശ്രീമതി നഫീസയുടെയും മകനായ ശ്രീ ഹർഷാദ് OK നയിക്കുന്നു. 10ാമത്തെ പ്ലട്ടൂണിനെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ വെങ്കടമ്പ് ദേശത്ത് ആലായിക്കോണം കുഴിഞ്ഞക്കാലം AK ബംഗ്ലാവ് വീട്ടിൽ ശ്രീ ജോൺസൻ്റെയും ശ്രീമതി അജിയുടെയും മകനായ ശ്രീ അഫൈസൻ JA നയിക്കുന്നു. 11ാമത്തെ പ്ലട്ടൂണിനെ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ സൗത്ത് വാഴക്കുളം ദേശത്ത് പൊട്ടയ്ക്കാമറ്റം വീട്ടിൽ ശ്രീ സുബ്രഹ്മണ്യൻ്റെയും ശ്രീമതി അംബികയുടെയും മകനായ ശ്രീ അമൽദേവ് PS നയിക്കുന്നു. 12ാമത്തെ പ്ലട്ടൂണിനെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ മുട്ടം ദേശത്ത് കോണിപ്പാട്ട് വീട്ടിൽ ശ്രീ മൊയ്തുവിൻ്റെയും ശ്രീമതി ഫാത്തിമ മൊയ്തുവിൻ്റെയും മകനായ ശ്രീ അർഷാദ് KM നയിക്കുന്നു. ബഹുമാനപ്പെട്ട റീജിയണൽ ഫയർ ഓഫീസർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ശ്രീ MG രാജേഷ് അവർകൾ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ അഭിമാനമായ ഈ അക്കാദമി ഇന്നത്തെ ഈ പാസിംഗ് ഔട്ടിലൂടെ ചരിത്രത്തിൻ്റെ മറ്റൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരും 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരുമാണ് ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിലൂടെ പുറത്തിറങ്ങുന്നത്. ജലാശയങ്ങളിലെ ഓളപ്പരപ്പുകൾക്കുള്ളിൽ അകപ്പെട്ടു പോവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സ്കൂബ പരിശീലനം, മലയിടുക്കുകളിലും അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തേണ്ട താഴ്വരകളിലും പ്രവർത്തിക്കേണ്ട വിധം പരിശീലിപ്പിക്കുന്ന മൗണ്ടൻ റെസ്ക്യൂ പരിശീലനം, ജലാശയങ്ങളിൽ ശ്വസന സഹായി ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തന പരിശീലനം, ഇരുട്ടും പുകയും ചൂടും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുന്ന ഘട്ടത്തിൽ അഗ്നിസുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച് ശ്വസന സഹായി ഉപയോഗിച്ചുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ മാർഗങ്ങൾ തുടങ്ങിയവയും സുപ്രധാനമായ നിയമങ്ങൾ, യോഗ സെഷനുകൾ എന്നിവയും പരിശീലനത്തിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഫയർ സർവീസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായി ഫയർ സർവീസസ് ആരംഭിച്ചത്. 1822 കൽക്കട്ടയിലായിരുന്നു അത്. തുടർന്ന് ബോംബെ ഫയർ ബ്രിഗേഡ് 1850 മദ്രാസ് ഫയർ ബ്രിഗേഡ് 1908 പ്രവർത്തനം ആരംഭിച്ചു. ലണ്ടനിൽ 1866 ഫയർ സർവീസ് ആരംഭിക്കുന്നത്. 1947 UK ആദ്യത്തെ ഫയർ സർവീസസ് ആക്ട് ഉണ്ടായത്. അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പരാമർശിക്കുന്നു. 1986 ഇന്ത്യയിൽ ഈ പേര് പ്രാവർത്തികമാക്കിയത്. എപ്പോഴും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന അഗ്നിശമന വകുപ്പ് 1962 വരെ കേരള പോലീസിൻ്റെ ഭാഗമായിരുന്നു. 22/1/1963 നടപ്പാക്കിയ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരം കേരള പോലീസിൽ നിന്ന് വേർപെട്ട് കേരള ഫയർഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അഗ്നിശമന പ്രവർത്തനങ്ങൾ കൂടാതെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ പ്രവർത്തന പ്രാധാന്യം കണക്കിലെടുത്ത് 2002 ഈ സേനാ വിഭാഗത്തെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന്
പുനർനാമകരണം ചെയ്തു. കഴിഞ്ഞുപോയ നിരവധി വർഷങ്ങളിലൂടെ മരണം മാടി വിളിക്കുന്ന നിരവധി ദുരന്തമുഖങ്ങളിൽ രക്ഷയുടെ ദൈവദൂതന്മാരായി സ്വന്തം ജീവൻ പോലും ബലി കൊടുത്തുകൊണ്ട് അനവധി മനുഷ്യജീവനുകളെ രക്ഷിക്കുവാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ ധീരരായ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മഭൂമിയിൽ രക്തസാക്ഷ്യം വഹിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളായി പ്രകാശം ചൊരിയുന്ന മുൻഗാമികളുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ സേവനത്തിൻ്റെ രാജവീഥികളിലൂടെ ഏറെ ദൂരം ശിരസ്സുയർത്തിപ്പിടിച്ച് മുന്നേറുവാൻ അഗ്നിശമന രക്ഷാസേനയ്ക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഈ പുത്തൻ മുഖങ്ങൾ സേനയുടെ കരുത്ത് വിളിച്ചോതുന്നവയാണ്. വളരെ വിശാലമായ പ്രവർത്തന മേഖലയാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ശ്രീ എം നൌഷാദ് അവർകൾ ഡൈസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. പ്രാണായ സേവാമഹേ എന്ന ആപ്തവാക്യത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന മഹത്തായ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും തീയിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ വകുപ്പിൻ്റെ പ്രാഥമികമായ കർത്തവ്യം. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ പൂർണ്ണ ചുമതല ഡയറക്ടർ ജനറലിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഡയറക്ടർ ജനറലിനെ സാങ്കേതിക കാര്യങ്ങളിൽ സഹായിക്കുന്നതിന് ഡയറക്ടർ ടെക്നിക്കലും ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനുമുണ്ട്. ഭരണപരമായ സൗകര്യത്തിനായി ഈ വകുപ്പിനെ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ സ്ഥലങ്ങളെ ആസ്ഥാനമാക്കി 6 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഡിവിഷൻ്റെയും ചുമതല ഓരോ റീജിയണൽ ഫയർ ഓഫീസർമാർക്കാണ്. ഒരു ജില്ലയിലെ സ്റ്റേഷനുകളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ ഫയർ ഓഫീസർമാരാണ്. ഓരോ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെയും ചുമതല സ്റ്റേഷൻ ഓഫീസർമാർക്കാണ്. സ്റ്റേഷൻ ഓഫീസർ സഹായിക്കുന്നതിനായി അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസറും കൂടാതെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെക്കാനിക്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നിവരുമുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് ശ്രീ കെ പത്മകുമാർ IPS DGP അവറുകൾ ഡൈസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. പ്രാണായ സേവാമഹേ എന്ന ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനമാണ് സേന നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസം 13-ാം തീയതി തലസ്ഥാന നഗരിയുടെ സ്ഥിരാകേന്ദ്രത്തിലുള്ള ഒഴുകുന്ന ആമയിഴഞ്ചാം തോട്ടിൽ അകപ്പെട്ടു പോയ ജോയി എന്ന ശുചീകരണ തൊഴിലാളിയെ രക്ഷിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങിയത് അഗ്നിരക്ഷാ പ്രവർത്തകരായിരുന്നു. ജീവൻ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം ഫലം കണ്ടില്ലെങ്കിലും 2 ദിവസം നടത്തിയ അസാധാരണവും അതിസാഹസികവുമായ ദൗത്യത്തിന് ഹൃദയം കൊണ്ട് സല്യൂട്ട് നൽകിയാണ് കേരള ജനതയൊന്നാകെ രക്ഷാപ്രവർത്തകരെ ആദരിച്ചത്. 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിലായി
ഒന്നിലധികം തവണ ഉരുൾപൊട്ടുകയും കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തത്തിന് നാം സാക്ഷിയാവുകയും ചെയ്തു. ദുരന്തം പെയ്തിറങ്ങിയിടങ്ങളിൽ രക്ഷാകരങ്ങളുമായി ആദ്യം എത്തിയത് കേരളത്തിൻ്റെ സ്വന്തം സൈന്യമായ അഗ്നിരക്ഷാസേനയാണ്. ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുകയും മറ്റുള്ള സംവിധാനങ്ങൾ ദുരന്തഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞപ്പോഴും കാണാതായവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഭൗതിക ശരീരങ്ങൾക്കായി അടിഞ്ഞുകൂടിയ മൺകൂനകളിലും അലറി ഒഴുകുന്ന നദിയുടെ ആഴങ്ങളിലും തെരച്ചിൽ നടത്തി അഗ്നിരക്ഷാസേന ദുരന്തഭൂമിയിൽ തുടർന്നു. നിശബ്ദം തങ്ങളുടെ കർമ്മം ചെയ്യുന്ന ഓരോ അഗ്നിരക്ഷാ പ്രവർത്തകനും ഈ നാടിൻ്റെ അഭിമാനമാണ്. പലപ്പോഴും സ്വജീവൻ തൃണവൽക്കരിച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അപകടമുഖത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഓരോ അഗ്നിരക്ഷാ ഭടൻ്റെയും കാതുകളിൽ മുഴങ്ങുന്നത് ഒരു മന്ത്രമായിരിക്കും: ത്രാണായ സേവാമഹേ. ഈ സുവർണ നിമിഷങ്ങളെ ധന്യമാക്കുവാൻ നാം ഇവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആ വിശിഷ്ട വ്യക്തിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഏതാനും നിമിഷങ്ങൾക്കും ഡാസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതും തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിക്കുന്നതുമാണ്.
അങ്ങ് ദൂരെ അസ്തമയ സൂര്യൻ വാരുതിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ, നീലാകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇവർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സ്പന്ദനമായി മാറുന്നു. ഹിമാലയത്തിലെ മഞ്ഞുതുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടത്തിരമാലകൾ വന്നിക്കുന്ന കഴിഞ്ഞുപോയൊരു തലമുറ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന ഭാരതീയ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായ അശോക ചക്രാങ്കൃതമായ ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് ത്യാഗമനോഭാവത്തോടെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദേശീയഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. തുടർന്ന് ഇവർക്കുള്ള സത്യപ്രതിജ്ഞാവാചകം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ജില്ലാ ഫയർ ഓഫീസർ ശ്രീ റെനി ലൂക്കോസ് അവർകൾ ചൊല്ലിക്കൊടുക്കുന്നതുമാണ്. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും പക്ഷഭേദം സ്വജനപ്രീതി എന്നിവയ്ക്ക്
അതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും ഉപയോഗിച്ച് നിർവഹിച്ചുകൊള്ളുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ മാർച്ച് പാസ്റ്റ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയായി. പരേഡ് കോളം ഓഫ് ത്രീസിൽ മാർച്ച് ചെയ്ത് തുടർന്ന് 3 പ്ലറ്റൂണുകൾ വീതം ഓരോ കണ്ടിജൻറ്റുകളിലായി ആദ്യം സ്ലോ ടൈമിലും തുടർന്ന് ക്വിക്ക് ടൈമിലും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്.
നയനമനോഹരമായ മൃദുപ്രസംഗങ്ങളുടെ സ്ലോ മാർച്ചിന് ഇവിടെ തുടക്കമാകുന്നു. പരേഡ് കമാൻഡർ ശ്രീ അഖിലേഷ് ടി എസും സെക്കൻഡ് കമാൻഡർ ശ്രീ ജി കിരണുമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് സ്ലോ മാർച്ചിൽ കടന്നു പോകുന്നത് ഒന്നാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ സർവശ്രീ വിഷ്ണു പി, നിഖിൽ രാജ്, അദീപ് പി എന്നിവർ ചേർന്ന് നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് രണ്ടാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ യഥാക്രമം സർവശ്രീ സൽമാൻ ഫാരിസ് കെ പി, അഖിൽ ബി എസ്, ശരത് കുമാർ വി എസ് എന്നിവർ ചേർന്ന് നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് സ്ലോ ടൈമിൽ കടന്നു പോകുന്നത് മൂന്നാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ യഥാക്രമം സർവശ്രീ ജിതിൻ ബാബു എസ്, വിഷ്ണു എം, ഹർഷാദ് ഓക്കെ എന്നിവർ ചേർന്ന് നയിക്കുന്നു. വിശിഷ്ടാതിഥിക്ക് സ്ലോ മാർച്ചിൽ അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് നാലാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ യഥാക്രമം സർവശ്രീ അഭയ്സൻ ജെ എ, അമൽദേവ് പി എസ്, അർഷാദ് കെ എം എന്നിവർ ചേർന്ന് നയിക്കുന്നു. ദ്രുതപഥ ജനങ്ങളുടെ കിക്ക് മാർച്ച് ഇവിടെ.
പരേഡ് കമാൻഡർ ശ്രീ അജിനേഷ് ടി എസും സെക്കൻഡ് കമാൻഡർ ശ്രീ ജി കിരണുമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് ക്വിക്ക് ടൈമിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ഒന്നാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ സർവശ്രീ വിഷ്ണു പി, നിഖിൽ രാജ്, അദീപ് പി എന്നിവർ ചേർന്ന് നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് ക്വിക്ക് ടൈമിൽ കടന്നു പോകുന്നത് രണ്ടാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ സർവശ്രീ സൽമാൻ ഫാരിസ് കെ പി, അഖിൽ ബി എസ്, ശരത് കുമാർ വി എസ് എന്നിവർ ചേർന്ന് നയിക്കുന്നു. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്നത് മൂന്നാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ സർവശ്രീ ജിതിൻ ബാബു എസ്, വിഷ്ണു എം, ഹർഷാദ് ഓക്കെ എന്നിവർ ചേർന്ന് നയിക്കുന്നു. കിക്ക് മാർച്ചിൽ ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിച്ച് കടന്നു പോകുന്ന നാലാമത്തെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ സർവശ്രീ അഫൈസൻ ജെ എ, അമർദേവ് പി എസ്, അർഷാദ് കെ എം എന്നിവർ ചേർന്ന് നയിക്കുന്നു. പരിശീലനം പൂർത്തീകരിച്ച ഈ 315 ട്രെയിനുകൾ ഔദ്യോഗിക തിരക്കുള്ള മുന്നേറ്റത്തിൻ്റെ പ്രതീകമായി ഇവിടെ റിവ്യൂ ഓർഡർ മാർച്ച് നടത്തുന്നതും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്.
പരിസ്ഥിതിയോടനുബന്ധിച്ച് വിവിധ മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ സേനാംഗങ്ങൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. ബെസ്റ്റ് ഇൻഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി 140 ശ്രീ അമീർ എം. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ തൂക്കുപാലം ദേശത്ത് പത്തനാട് വീട്ടിൽ ശ്രീ മുഹമ്മദ് അഷ്റഫിൻ്റെയും ശ്രീമതി റജീന അഷ്റഫിൻ്റെയും മകനായ ശ്രീ അമീർ എം വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി 145 ശ്രീ അക്ഷയ് ബെല്ലാക്കെ. കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി താലൂക്കിൽ മുക്കം ദേശത്ത് കലൂരു വീട്ടിൽ ശ്രീ കെ വി മനോജ് കുമാറിൻ്റെയും ശ്രീമതി ഷീബ എമ്മിൻ്റെയും മകനായ ശ്രീ അക്ഷയ് ബെല്ലാക്കെ വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി 160 ശ്രീ അമൽദേവ് PS. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ സൗത്ത് വാഴക്കുളം ദേശത്ത് പൊട്ടക്കാമറ്റം വീട്ടിൽ ശ്രീ PA സുബ്രഹ്മണ്യൻ്റെയും ശ്രീമതി അംബിക PAയുടെയും മകനായ ശ്രീ അമൽദേവ് PS വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഇൻഡോർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി 830 ശ്രീ ഗോകുൽ കെ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ആലപ്പാട് ദേശത്ത് പുതുശ്ശേരി വീട്ടിൽ ശ്രീ കമലകുമാറിൻ്റെയും ശ്രീമതി പ്രശോഭയുടെ മകനായ ശ്രീ ഗോകുൽ കെ വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ FROT 746 ശ്രീ അമൽരാജ് T. പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കുല്ലേപ്പള്ളി ദേശത്ത് ഇരപ്പക്കോട് വീട്ടിൽ ശ്രീ തങ്കരാജിൻ്റെയും ശ്രീമതി സരിതയുടെ മകനായ ശ്രീ അമൽരാജ് T വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ FROT 731 ശ്രീ അനിത് V. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിൽ തില്ലങ്കേരി ദേശത്ത് വിലങ്ങേരി വീട്ടിൽ ശ്രീ വിലങ്ങേരി മോഹൻ്റെയും ശ്രീമതി പ്രീത വിയുടെയും മകനായ ശ്രീ അനിത് V വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു.
ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ഇന്ന് കേരളത്തിൻ്റെ അഗ്നിരക്ഷാസേനയുടെ ഭാഗമാകുന്ന എല്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. 3 ബാച്ചുകളിലായി പരിശീലനം പൂർത്തിയാക്കിയ 315 പേരാണ് ഇന്ന് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ത്രാണായ സേവാമഹേ എന്ന ആപ്തവാക്യം സേവന കാലയളവിലും സ്വന്തം പ്രവൃത്തിയിലും അർത്ഥവത്താക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ത്രാണം ഒരു സംസ്കൃത പദമാണ്. അതിൻ്റെ അർത്ഥം രക്ഷ എന്നതാണ്. അപ്പോൾ രക്ഷിക്കലാണ് നിങ്ങളുടെ ഔദ്യോഗിക ദൗത്യം, സേവനധർമ്മം. വിവിധ മേഖലകളിലായി 1 വർഷം നീണ്ട സമഗ്രമായ പരിശീലനമാണ് നിങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. ഫയർ പ്രൊട്ടക്ഷൻ, ഫയർ ഫൈറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി, മൗണ്ടൻ റെസ്ക്യൂ, വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനം, ഫ്ലഡ് റെസ്ക്യൂ, സെൽഫ് റെസ്ക്യൂ, വിവിധ രാസ അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം, പ്രഥമ ശുശ്രൂഷ, പുക നിറഞ്ഞതും ഇരുൾ മൂടിയതുമായ മുറികളിലെ രക്ഷാപ്രവർത്തനം, ശ്വസന സഹായികൾ ഉപയോഗിച്ച് ബഹുനില കെട്ടിടത്തിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം, ബേസിക് ലൈഫ് സപ്പോർട്ട്, ഇങ്ങനെ വിവിധ വിഷയങ്ങളിലെ അടിസ്ഥാന പാഠഭാഗങ്ങളും അവയ്ക്കനുയോജ്യമായ പ്രായോഗിക പരിശീലനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ രക്ഷാസേനയാണ് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ അറിവുകൾ പ്രയോഗിക്കേണ്ടത്. നമ്മുടെ സേനയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം അനവധിയാണ്. ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ കേവലം തീ അണക്കുന്ന സേന എന്ന നിലയിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേന എന്ന നിലയിലേക്ക് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മാറിത്തീർന്നിട്ടുണ്ട്. പ്രളയം, ഉരുൾപൊട്ടൽ, ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ മാത്രമല്ല, പകർച്ചവ്യാധികളുടെ നിയന്ത്രണഘട്ടത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏത് ദുരന്ത സാഹചര്യത്തെയും അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക, ആധുനികവൽക്കരിക്കുക, ഇതിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട അഗ്നിരക്ഷാസേനയുടെ ആധുനികവൽക്കരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തി വരുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബൗസർ, ഫോം ടെൻഡർ, അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ, ഫാസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ തുടങ്ങിയ പുതിയ തരം വാഹനങ്ങളും ഡീ വാട്ടറിംഗ് പമ്പുകൾ തുടങ്ങിയവ പോലെയുള്ള ആധുനിക ഉപകരണങ്ങളും വകുപ്പിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനായി മുഴുവൻ ജീവനക്കാർക്കും ഫയർ ഫൈറ്റിംഗ് സ്യൂട്ട് ലഭ്യമാക്കാനായി ഏതുതരം അഗ്നിബാധയും നേരിടാൻ സാധിക്കുന്ന DCP ടെൻഡറുകളും ഇന്ന്
ഈ വകുപ്പിന് സ്വന്തമാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രശ്നബാധിത മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപകടരക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സ് മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരായിട്ടുണ്ട്. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 പേർക്ക് പ്രത്യേക റിഫ്രഷർ പരിശീലനം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത 3300 പേരുടെ പരിശീലന പരിപാടികൾ നടന്നു വരികയാണ്. അതുകൂടി പൂർത്തിയാകുന്നതോടെ അപകട മേഖലകളിൽ അഗ്നിരക്ഷാസേനയ്ക്ക് സഹായം നൽകാൻ കഴിയുന്ന 10,000-ഓളം പേർ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകും. സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് ഗംബൂട്ട്, ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തിസുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ്, MUV പോലെയുള്ള വാഹനങ്ങളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അത്യന്തം സാഹസികമായ രക്ഷാപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിനുള്ള പ്രത്യേക ടീം അഗ്നിരക്ഷാ വകുപ്പിൻ്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. 30 പേരടങ്ങുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് നിലവിലുള്ളത്. ജലാശയ അപകടങ്ങളിൽ ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീം സജ്ജമാണ്. സ്കൂബ ടീമിനെ ശാക്തീകരിക്കുന്നതിന് ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ജലസുരക്ഷാ വിദഗ്ധ പരിശീലന അക്കാദമിയും ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് അപകടത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്ക്യൂബ ഡൈവിംഗ് ടീമും നല്ല രീതിയിലുള്ള സേവനമാണ് നടത്തിയത്. നാടാകെ അതിനെ പ്രശംസിച്ചിട്ടുള്ളതുമാണ്. ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ അഗ്നിരക്ഷാസേനയിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ ആദ്യപടിയായി 100 തസ്തികകൾ സൃഷ്ടിച്ചു. ഈ വർഷം ആദ്യം 82 വനിതാ ഓഫീസർമാർ ഈ സേനയിലേക്ക് കടന്നു വന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. വനിതാ ഓഫീസർമാരുടെ കടന്നുവരവ് ഈ സേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന് സഹായകരമാവും. സുസജ്ജവും സംതൃപ്തവുമായ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന സർക്കാരിൻ്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങളേവരും പങ്കാളികളാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങളെയും കേരളത്തിൻ്റെ അഗ്നിരക്ഷാ സേനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സാർ. ഇവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡ് ശുഭ പര്യവസാനത്തിലേക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശസ്സോടെ ഇവർ യാത്ര പറയട്ടെ.
പരേഡിൻ്റെ ജീവസുറ്റതും സർവോപരി ഹൃദയസ്പർശിയുമായൊരു ചടങ്ങാണ് ഇനി നടക്കുന്നത്. ഈ ആർദ്ര നിമിഷങ്ങൾ അനർത്ഥമാക്കുവാൻ നമുക്കിപ്പോൾ പിരിയാം, പിന്നീട് ഒത്തുചേരാം എന്ന ആശയം ഉൾക്കൊള്ളുന്ന വേർപാടിൻ്റെയും വിജയത്തിൻ്റെയും ഇണമായ സ്കോട്ടിഷ് കവി റോബർട്ട് ബേൺസ് എഴുതിയ ഓട്ടർ ലാങ് സൈൻ എന്ന ബാൻഡ് വാദ്യം ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഒരു ജന്മകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ അനവധി മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി ഇവർ വിടവാങ്ങുന്നു.
രാജാവിനെ നമുക്ക്